നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില, ബേൺമൗത്തുമായിട്ട് 2-2 സമനില. പക്ഷേ വിവാദങ്ങളുടെ സമനിലയാണ്. തങ്ങൾക്ക് അനുകൂലമായി ലഭിക്കേണ്ട പെനാൽറ്റികളിൽ ഒന്ന് റഫറി തന്നില്ല എന്ന് അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന മൈക്കൽ കാരിക്ക്. സാധാരണ കാരിക്കിനെ ഇങ്ങനെ നമ്മൾ കാണാറില്ല. ബ്രൂണോ ഫെർണാണ്ടസും അത് തന്നെ പറയുന്നു. അപ്പോൾ 2-2 സമനിലയാണ്. അതിലൊരു ഫൗള്, 2 പെനാൽറ്റികൾ, അതിലൊന്ന് കിട്ടി, ഒന്ന് കിട്ടിയില്ല. എന്തുകൊണ്ട് അത് തരുന്നില്ല എന്നുള്ളതാണ് കാരിക്കിൻ്റെ ചോദ്യം. കാരിക്ക് കളിക്ക് ശേഷം വളരെ ഫ്യൂരിയസ് ആയിട്ട് തന്നെ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റൊരു പെനാൽറ്റി കൂടി ലഭിക്കേണ്ടതായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇറ്റ്സ് ക്രേസി. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മെൻ്റൽ ഇത് തീർച്ചയായിട്ടും മാനസികമായിട്ടും എനിക്ക് ആ സമയത്ത് വലിയ ദേഷ്യം വന്നു. ഒരു പെനാൽറ്റി ഞങ്ങൾക്ക് തന്നു, 2 ആംഡ് ഗ്രാബ് ഉണ്ടായിരുന്നു, അതിന് ഒരു പെനാൽറ്റി തന്നു. രണ്ടാമത്തത് ഫോർ അമാദ്, അത് തന്നില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ, രണ്ടും ഒരുപോലെയായിരുന്നു. ഒന്ന് പെനാൽറ്റി ആകാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം 2 പെനാൽറ്റീസ് അത് ലഭിക്കേണ്ടതാണ്. അത് ഹ്യൂജ് മൊമെൻ്റാണ്, ബാഫ്ലിംഗ് എന്ന് തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, എനിക്കറിയാം റഫറിക്ക് 2 പെനാൽറ്റികൾ തരിക എന്നുള്ളത്, ഒരു സെയിം ടീമിന് 2 പെനാൽറ്റി കൊടുക്കുക എന്നുള്ളത് ടഫാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, അവിടെ ഒരു ഫൗള് പെനാൽറ്റി തരിക, ഒരു ഫൗള് തരാതിരിക്കുക. വാറ് പിന്നെ എന്താണ് ചെയ്യുന്നത്? അമാദിന് നേരെ ചെയ്ത ഫൗള് കൃത്യമായി പെനാൽറ്റിയാണ് എന്ന് തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഹാരി മഗയർക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു. ഹാരി മഗയർ അതിനെക്കുറിച്ച് പറഞ്ഞത് സോ സോഫ്റ്റാണ്. പക്ഷേ ഫുട്ബോളിൽ ചില മൊമെൻറ്റുകളിൽ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടിയായി എന്നുകൂടി ഇപ്പോൾ ഹാരി മഗയറും പറയുന്നത്. എന്തായാലും കളി 2-2 സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. യുണൈറ്റഡിനായിട്ട് ബ്രൂണോ ഫെർണാണ്ടസാണ് ഗോൾ നേടിയത്. അടുത്തത് ബേൺമൗത്ത് താരത്തിൻ്റെ ഓൺ ഗോളായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടത്. മറുഭാഗത്ത് ക്രിസ്റ്റിയും അതുപോലെ തന്നെ ക്രൂപ്പിയുമാണ് ബേൺമൗത്തിനായിട്ട് ഗോളുകൾ നേടിയത്. മത്സരത്തിൻ്റെ 78ാമത്തെ മിനിറ്റിലാണ് ഹാരി മഗ്വയർക്ക് റെഡ് കാർഡ് കിട്ടി കളിക്കളം വിടേണ്ടി വന്നത്. ബ്രൂണോ ഫെർണാണ്ടസിനോട് ഈ റിസൾട്ടിൽ ഹാപ്പിയാണോ ചോദിക്കേണ്ടത്? അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഒരിക്കലുമല്ല. 3-2 ഞങ്ങൾ വിജയിച്ച കളിയാണ്, അത് ലഭിക്കാതിരിക്കുമ്പോൾ പിന്നെ എന്ത് സന്തോഷമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഏതായാലും 31 കളികളിൽ നിന്ന് 55 പോയിന്റുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ 3ാം സ്ഥാനത്ത് തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ.